നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. നാട്ടിലെ ഇലക്ഷന്റെ ചൂടിങ്ങനെ കൊടുമ്പിരി കൊണ്ട് കയറുന്നുണ്ടല്ലേ. അപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ NDAയുടെ ശക്തനായ സാരഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഓരോ സമ്മതിദായകരും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അദ്ദേഹത്തിന് നൽകി വിജയിപ്പിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാല് വ്യക്തമായ ഫാക്ട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പുന്നൂരെന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ, അവിടെ 1,40,00,000 രൂപ മുടക്കിയിട്ട് മുൻ MLA ഒരു ക്രിമിറ്റോറിയം പണിയുണ്ടായി, ശ്മശാനം. അതായത് ബാക്കിയുള്ള മതസ്ഥർക്ക്, ഞാൻ മതം പറയൂ വർഗീയത പറയൂ ഒന്നുമല്ല, ഞാനൊരു ഫാക്റ്റാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ബാക്കിയുള്ള മതസ്ഥർക്ക് അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ പള്ളികളിൽ കൊണ്ടുപോയി നടത്താം. അവിടെ ഒരുപാട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ജനങ്ങൾ താമസിക്കുന്നുണ്ട്. 1 സെന്റിലും 2 സെന്റിലും കുടില് കെട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ വീടുണ്ടാക്കി താമസിക്കുന്ന അവർക്ക് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടോ വീടിന് പുറത്തോ ഒന്നും ഈ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ. അപ്പം BJP പ്രവർത്തകരുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ക്രിമിറ്റോറിയം പണിഞ്ഞു. 1,40,00,000 രൂപ മുടക്കിയിട്ടാണ് അത് പണിഞ്ഞത്. പക്ഷെ അവിടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല. ആ 1,40,00,000 രൂപയിൽ നിന്നും 3/4 ഭാഗവും അടിച്ചു മാറ്റി കുടുംബം നന്നാക്കിയ മുൻ MLAയുടെ അനാസ്ഥ കാരണം അവിടുത്തെ ആ കെട്ടിടത്തിന്റെ പകുതിയിൽ 3/4 ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴിട്ട് പൂട്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ ആ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഴിമതി രഹിത ഭരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അഴിമതികളൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്ന് ഞാൻ ശക്തമായി പറയുകയാണ്. അവിടെ ഒരു വികസനം വരേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് കോടാനുകോടി വികസന പദ്ധതികൾ, കോടാനുകോടി രൂപയുടെ വികസന പദ്ധതികൾ ഗുരുവായൂരിലെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു വികസനം ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണ ആൾക്കാർക്ക് ഒരു വികസനം വന്നു കഴിഞ്ഞാൽ കച്ചവടപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമായി നിയോജക മണ്ഡലം വളരെ ഉയർന്ന ഗതിയിലേക്ക് വരും. ചെറുപ്പക്കാർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടും. അമ്മമാർക്ക് വീട്ടുജോലിയൊക്കെ എടുത്ത് പുറമെ ജോലിക്കൊന്നും പോവാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ ഒരു സ്വയം തൊഴിലിനുള്ള ഒരു അവസരം പോലും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായിട്ടും വിജയിപ്പിച്ചേ മതിയാകൂ. ഇത് പിന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റും, പക്ഷെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റില്ല അല്ലെ. വാക്കുകൾ കൊണ്ട് പല സ്ഥാനാർത്ഥികളും മുന്നേ ഇരുന്ന പല ആൾക്കാരും വന്നിട്ട് കപട നാടകങ്ങളും വാക്കുകളും ഒക്കെ നടത്തിയിട്ട് പോയി. പക്ഷെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഓരോ വാക്കുകളും നിങ്ങൾ സൂക്ഷിച്ച് ചെവിയോർത്തിരിക്കുക. ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരെ നിങ്ങളുടെ വിലപ്പെട്ട ഓരോ വോട്ടുകളും അദ്ദേഹത്തിന് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഗുരുവായൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി നിങ്ങളോട് അപേക്ഷിച്ചുകൊള്ളുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.